ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടക്കാര സ്റ്റേഷൻ എന്ന് പറയുന്ന ഡ്രാമ കാണാം. ഈ ഡ്രാമയുടെ കഥയെന്ന് പറയുന്നത് ഒരു പയ്യൻ അവൻ്റെ ക്രഷിനെ തേടി പോകുന്നതായിട്ടാണ്. ഡ്രാമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിലൂടെ ഒരു പയ്യൻ നടന്നു പോവുകയാണ്. അവനാണെങ്കിൽ കുന്നിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇവനാണ് നമ്മുടെ കഥയിലെ ഫസ്റ്റ് ഹീറോ. ഇവൻ്റെ പേര് ടക്കാര എന്നാണ്. അവനാണെങ്കിൽ അതിന് മുകളിലേക്ക് ചെന്നിട്ട് ഒരു ഗോലി എടുത്തിട്ട് ആകാശം തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ നമ്മുടെ സെക്കൻഡ് ഹീറോയെയാണ് കാണിക്കുന്നത്. ഇവൻ്റെ പേര് എന്നാണ്. ഇവൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അവന്റെ അമ്മ കോൾ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും മറന്നിട്ടില്ലല്ലോ, നീ പേടിക്കൊന്നും വേണ്ട, പിന്നെ നീ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ ഉടനെ തന്നെ ആദ്യം കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം, അതുപോലെ റോങ് ആയിട്ടുള്ളവരെ കൂടെ ഒന്നും കൂട്ടുകൂടരുതെന്ന്. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്ന്. അപ്പൊ അവൻ പറയുന്നു, ആ എല്ലാം മനസ്സിലായി അമ്മ എന്ന്. അങ്ങനെ അമ്മ കോൾ കട്ടിയതിന് ശേഷം അവനാണെങ്കിൽ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിയാണ്. അങ്ങനെ പെട്ടെന്ന് അവൻ്റെ ID കാർഡ് എടുത്തിട്ട് അവൻ പറയുകയാണ്, അങ്ങനെ അവസാനം ഞാൻ നിന്നെ കണ്ടുപിടിച്ചെന്ന്. അതിനുശേഷം അവൻ്റെ പ്രിയപ്പെട്ട തത്തയുടെ ഫോട്ടോയിൽ നോക്കി തൊഴുതിട്ട് കോളേജിലേക്ക് പോവുകയാണ്. കോളേജിൽ ഓറിയന്റേഷൻ ക്ലാസ് നടക്കുകയാണ്. പിള്ളേരൊക്കെ പറയുന്നുണ്ട്, ഓ ഈ ഓറിയന്റേഷൻ ക്ലാസ് എന്ത് ബോറാണ്, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയെന്ന്. അപ്പം അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണ് അവരോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം കോഫി ഷോപ്പിലേക്ക് പോയാലോ എന്ന്. അപ്പം അവരാണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. ടൈസനാണെങ്കിൽ ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അവൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കുന്നത്. അങ്ങനെ ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ പിള്ളേർ പറഞ്ഞതുപോലെ ഒരുമിച്ച് പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ടൈസനാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് സീനിയേഴ്സ് ആണെങ്കിൽ ജൂനിയേഴ്സിനെ അവരെ ക്ലബിലേക്ക് ചേർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അവന് ഒരുപാട് നോട്ടീസൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവൻ നടക്കുന്ന സമയം ഒരു പെണ്ണ് വന്നിട്ട് അവരെ ക്ലബിനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങളെ ക്ലബിൽ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൈക്കിംഗ് ക്ലബിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്ന്. ആ സമയം തന്നെ അവിടേക്ക് ഒരു പയ്യൻ വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഈ ക്ലബ്ബിൽ ചേരാൻ നീ ഇൻട്രസ്റ്റഡ് ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ആദ്യമേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ ഹോം ടൗണിൽ ഒരുപാട് മൗണ്ടെയ്ൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു, നീ എവിടെ നിന്നാ വരുന്നതെന്ന്. അങ്ങനെ ആ പയ്യൻ പറയുന്നു, ഞാനത് ഗസ് ചെയ്യാന്ന്. എന്നിട്ട് അവൻ ഹിരോഷിമ അങ്ങനെ ഓരോ പേരുകളായിട്ട് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അതല്ല ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം നമ്മുടെ ടൈസന്റെ കണ്ണുകൾ ആകർഷിക്കപ്പെടുന്നത് മറ്റൊരാളിലേക്കായിരുന്നു. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ പയ്യൻ്റെ കൈയിൽ പോയി പിടിക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, അത് മറ്റാരുമല്ല, അവിടെ നിന്ന പയ്യൻ ടക്കാരയായിരുന്നു. ടൈസിനാണെങ്കിൽ കണ്ണിമ ചിമ്മാതെ ഇവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടോട്ട് വരുന്ന ക്ലബിന്റെ കാര്യം പറഞ്ഞ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഡേ ടക്കാര, നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ തന്നെ അറിയാമോ എന്ന്. അപ്പൊ ടക്കാര പറയുന്നുണ്ട്, എനിക്കറിയത്തില്ലെന്ന്, ഇവളെ നമുക്ക് നാൻസി എന്ന് വിളിക്കാം. ഈ സമയം ടൈസിനാണെങ്കിൽ ടക്കാരയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമോ എന്ന്. ഇത് കേട്ട ടക്കാരയാണെങ്കിൽ ABCDEFG എന്ന് പറഞ്ഞ് ആൽഫബേറ്റ്സ് പറയുകയാണ്. അങ്ങനെ അത് പറഞ്ഞ് കഴിഞ്ഞ ഉടനെ അവൻ പറയുന്നുണ്ട്, വേറെന്തെങ്കിലും പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്നാൽ ടക്കാര ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തോന്ന് പറ്റി, നിനക്ക് എന്തോന്ന് പ്രശ്നമാണെന്ന്. അപ്പോഴും അവൻ പറയുന്നത്, അവസാനം ഞാൻ നിന്നെ കണ്ടുപിടിച്ചു, എൻ്റെ പേര് നക്കാനോ ടൈസിൻ എന്നാണ്, ഫുക്കൂക്കയിൽ വെച്ച് നീ കഴിഞ്ഞ ഇയർ എന്നെ കംഫർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ടക്കാര ഒന്ന് ആലോചിച്ചിട്ട് പറയാണ്, ഓ ആ കരഞ്ഞുകൊണ്ടിരുന്ന പയ്യൻ അവനാണല്ലേ നീ എന്ന്. അത് കേട്ടിട്ട് ടൈസൻ പറയാണ്, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തത് തന്നെ കാണാനായിട്ടാണെന്ന്. ഇത് കേട്ടിട്ട് ടക്കാര ചോദിക്കുന്നുണ്ട്, നീ പറയുന്നത് നീ ഇവിടേക്ക് വന്നത് എന്നെ കണ്ടുപിടിക്കാനായിട്ടാണെന്ന്. എന്തായാലും നീ ഇപ്പോൾ എന്നെ കണ്ടുപിടിച്ചില്ലേ, ഇനി അടുത്തത് എന്തായാലും നീ ഭയങ്കര അനോയിങ് ആണെന്ന് പറഞ്ഞിട്ട് ടക്കാര അവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞിട്ട് പോവേണ്. ഇവനാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. രാത്രി അവൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ടെന്ന്. അതിനോടൊപ്പം ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ അവൻ്റെ തത്ത നീ ഓക്കെ ആണോ ടൈസൻ എന്ന് ചോദിക്കുന്നതായിരുന്നു. അവൻ ആ വീഡിയോ കണ്ടിട്ട് അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ തത്തയെ കയ്യിലെടുത്ത് വെക്കുമ്പോൾ അവ എന്ത് പറഞ്ഞാലും അത് തിരിച്ചു പറയുന്നത് ഓർക്കുകയാണ്. അതിനുശേഷം അവനാണെങ്കിൽ ആ ഹൈക്കിംഗ് ക്ലബിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് പിറ്റേന്ന് പോവുകയാണ്. ഇവനെ കണ്ടുടനെ നാൻസി പറയുന്നുണ്ട്, ഓ നീയും വരുന്നുണ്ടോ, എനിക്ക് വളരെ സന്തോഷമുണ്ട് നീ വരുന്നതിനെന്ന്. അപ്പോഴും ടൈസൻ ചോദിക്കുന്നത് ടക്കാരയെ കുറിച്ചാണ്. അപ്പോൾ ആ സമയം അവിടേക്കൊരു പയ്യൻ വരികയാണ്. ഇവനെ നമുക്ക് ഷ്വാൻ എന്ന് വിളിക്കാം. അവൻ വന്നിട്ട് പറയാണ്, ഓ ഈ വർഷവും ഏറ്റവും പോപ്പുലർ ടക്കാര തന്നെയാണെന്ന്. ഈ സമയം അവിടേക്ക് മറ്റൊരു പെണ്ണ് വരികയാണ്. അവൾ വന്നിട്ട് പറയാണ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും മൗണ്ടെയ്ൻസിന് വേണ്ടി വന്നതൊന്നും അല്ല, മറിച്ച് അവരെല്ലാവരും ടക്കാരയ്ക്ക് വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന്. ടക്കാരയുടെ പേര് കേട്ടിട്ട് ടൈസൻ ചോദിക്കുന്നുണ്ട്, ടക്കാരോ എന്ന്. ഇവൻ്റെ സംസാരം കേട്ടിട്ട് നാൻസി ചോദിക്കുന്നുണ്ട്, നിനക്ക് അവൻ്റെ പേരറിയത്തില്ലേ, അവൻ്റെ പേര് ഷിഗ ടക്കാര
എന്നാണെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവിടേക്ക് ടക്കാര വന്നിട്ട് ടൈസനോട് ചോദിക്കുന്നുണ്ട്, ഓ നീയും വരുന്നുണ്ടോ എന്ന്. അപ്പം ടൈസനാണെങ്കിൽ ടക്കാരയോട് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയാനായിട്ടാണ് വന്നതെന്ന് പറയുന്നു. അപ്പം അതിനുശേഷം അവൻ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ ടക്കാരയാണെങ്കിൽ ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഇവൻ പോകുന്നത് കണ്ടിട്ട് നാൻസി ഷ്വാനും ആണെങ്കിൽ ടക്കാര എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ അവർ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. പോകുന്ന വഴി പിള്ളേരൊക്കെ പറയുന്നുണ്ട്, അയ്യോ ക്വിറ്റ് ചെയ്ത് പോയാലും വേണ്ടില്ലായിരുന്നു, അത്രയ്ക്ക് വയ്യെന്ന്. ഇവരിങ്ങനെ ക്വിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പോകാതിരിക്കുന്നത് ടക്കാരയെ ഓർത്ത് മാത്രമാണ്. അങ്ങനെ ഇവർ പോകുന്ന വഴി ഒരിടത്തിരുന്ന് വിശ്രമിക്കുന്ന സമയം ടൈസൻ മാത്രം ഒരു ചെടിയുടെ അടുത്തിരുന്നിട്ട് ആ ചെടികളുടെ എല്ലാം പേര് പറയുകയാണ്. ഇതൊക്കെ അവിടെ ഇരുന്ന് ടക്കാര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ തുടർന്ന് ടെൻറ്റ് കെട്ടേണ്ട സ്ഥലത്തെത്തുന്ന സമയത്ത് ടൈസനാണെങ്കിൽ അവിടുത്തെ സ്ഥലം നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലമൊക്കെ നോക്കിയതിന് ശേഷം അവനാണെങ്കിൽ വീണ്ടും ടക്കാരയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അതുവഴി പോകുന്നൊരു പെൺകുട്ടിയാണെങ്കിൽ അറിയാതെ ടൈസനെ ഇടിക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ അവനോട് സോറി പറയുന്നുണ്ട്. അപ്പം ടൈസനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. പക്ഷെ അവൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ കാലിന് മുറിവ് പറ്റുന്നുണ്ട്, അവന് നല്ല വേദനിക്കുന്നുമുണ്ട്. അങ്ങനെ നടക്കാൻ പറ്റാതെ ഇവനവിടെ നിൽക്കുന്നതൊക്കെ ടക്കാര കാണുന്നുണ്ടായിരുന്നു. രാത്രി ടൈസൻ ടെൻറ്റിനകത്തിരുന്ന് പറയാണ്, ഇന്നത്തെ ദിവസം പോയി എനിക്കവനെ ഇപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. ഈ സമയം അവിടേക്ക് ടക്കാര വന്നിട്ട് അവൻ്റെ കാലിന് മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ നിൻ്റെ ടെൻറ്റ് മേറ്റിനോട് ഇത് പറയാത്തതെന്ന്. അപ്പം ടൈസനാണെങ്കിൽ അവനോട് പറയാണ്, സീനിയർ നിങ്ങൾ വളരെ കൈൻഡാണ്, അന്നത്തതുപോലെ തന്നെയെന്ന്. ഇപ്പോഴാണ് ടക്കാരയെ എന്നാണ് ടൈസൻ കണ്ടതെന്ന് കാണിക്കുന്നത്. ടക്കാരയാണെങ്കിൽ നടന്നു പോകുന്ന സമയം ടൈസൻ അവിടെ വളരെ സങ്കടത്തോടെ ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് അവനോട് പോയി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയതെന്ന്. അപ്പം ടൈസൻ പറയുന്നുണ്ട്, ഞാൻ സ്ട്രേഞ്ചേഴ്സിനോടൊന്നും എൻ്റെ കാര്യങ്ങൾ പറയത്തില്ലെന്ന്. അപ്പം ടക്കാര പറയാണ്, ഞാൻ ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് മാത്രമാണ്, ഹൈക്കിങ്ങിനായിട്ടാണ് ഇവിടേക്ക് വന്നത്, ഞാൻ തിരിച്ചു പോകുന്ന വഴിയായിരുന്നു, എന്തായാലും നീ കാര്യം പറ, എനിക്ക് എന്തായാലും ഈ മൈൻഡിൽ ഇപ്പോൾ പോകാനായിട്ട് കഴിയില്ല, നിന്നെ ഹേർട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ടൈസൻ പറയുന്നു, അത് പിന്നെ എനിക്കൊരു തത്ത ഉണ്ടായിരുന്നു, അവൻ മരിച്ചു പോയി, അവൻ ഒരുപാട് സംസാരിക്കുന്ന ഒരു ബേർഡായിരുന്നു, പക്ഷേ എനിക്കിനി ഒരിക്കലും അവൻ്റെ വോയിസ് എൻ്റെ ഹൗസിൽ കേൾക്കാൻ കഴിയില്ല, അതിനെ ടോർച്ചർ ചെയ്യുകയാണെന്ന്. ഇവൻ്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് ടക്കാര പറയുന്നുണ്ട്, ഇതിനാണോ ഇങ്ങനെ കരയുന്നത്, നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ മരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ആയല്ലേ പറ്റൂ, നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതം ജീവിച്ചാലേ പറ്റൂ, അതുപോലെ തന്നെയാണ് ഇതും, നീ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആകണം. അതുപോലെ നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയുന്നതൊക്കെ നിൻ്റെ വീട്ടിലറിയാമോ എന്ന്. അപ്പം ടക്കാരയോട് ടൈസൻ പറയുന്നു, ഇല്ലെന്ന്. ഇത് കേട്ടിട്ട് അവൻ പറയുന്നു, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്ക്, അവർ നിന്നെ അവിടെ കാത്തിരിക്കുക ആയിരിക്കില്ലേ, അതുപോലെ എല്ലാം പതുക്കെ ശരിയാകും, ഞാനിപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ടക്കാരയാണെങ്കിൽ അവിടെ നിന്നും പോകാനായിട്ട് എണീറ്റ് നടക്കുകയാണ്. അപ്പം ടൈസനാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പം ടക്കാര പറയുന്നു, ഞാൻ ടോക്കിയോയിൽ നിന്നാണ് വരുന്നത്, ഞാൻ നക്കാബ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന്. ഇതൊക്കെ ഓർത്തിട്ട് ടൈസൻ ടക്കാരയോട് താങ്ക് യു പറയാണ്. അത് കേട്ടിട്ട് ടക്കാര ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം ഹാപ്പി ആയോ എന്നോട് താങ്ക്സ് പറഞ്ഞിട്ടെന്ന്. ടൈസനാണെങ്കിൽ ടക്കാരയോട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്നാലും പറയുന്നുണ്ട്, ആക്ച്വലി എനിക്ക് നിങ്ങളുടെ കൂടെ ക്ലോസ് ആയിട്ടിരിക്കണമെന്നുണ്ട്, അതായത് നിങ്ങളുടെ വോയിസ് അടുത്ത് നിന്ന് കേൾക്കുന്ന അത്രയും ക്ലോസ് ആയിട്ട്, അതുപോലെ ഹാൻഡ്സ് ടച്ച് ചെയ്യുന്ന അത്രയും ക്ലോസ് ആയിട്ടിരിക്കണമെന്ന്. അപ്പം ടക്കാരയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് നിനക്ക് പെട്ടെന്ന് തന്നെ ഓക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നടക്കുകയാണ്. നടന്ന് അവൻ പെട്ടെന്ന് അവിടെ നിന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മൗണ്ടെയിൻസ് ഒരുപാട് ഇഷ്ടമാണോ എന്ന്. അത് കേട്ടിട്ട് ടൈസൻ പറയുന്നു, അതേന്ന്. അപ്പം ടക്കാര പറയുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു നീ എത്രത്തോളം നോളജബിൾ ആണ് പ്ലാന്റ്സിനെ കുറിച്ചെന്ന്. അപ്പം ടൈസൻ പറയണ്, എൻ്റെ വീടിനടുത്തുള്ള മൗണ്ടെയിൻസിൽ പോകാറുണ്ട്, അതുകൊണ്ട് എനിക്ക് മൗണ്ടെയിൻസ് ഒരുപാട് ഇഷ്ടമാണെന്ന്. അത് കേട്ട ടക്കാരയാണെങ്കിൽ ടൈസനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ ഒരു ചിരി മതി ടൈസന് അത്രത്തോളം സന്തോഷമാകുന്നുണ്ട്. ടൈസൻ പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ടക്കാര എന്നെ നോക്കി ചിരിക്കുന്നതെന്ന്. ആ സന്തോഷത്തിൽ തന്നെ പുറത്തേക്ക് പോയി ആകാശത്ത് നോക്കിയിരുന്ന് പറയണ്, ഇന്നെനിക്ക് ഒരുപാട് ടക്കാര സീനിയറിനോട് സംസാരിക്കാനായിട്ട് അവസരം കിട്ടി, ഒരു പക്ഷേ ഒക്കാമ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ടൈസൻ ഗേറ്റ് ചുമന്ന് അവൻ എന്നോട് പറഞ്ഞേനെ എന്ന്. ഒക്കാമ അവൻ്റെ തത്തയുടെ പേരാണ്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആകാശത്തേക്ക് വീണ്ടും നോക്കിയിരിക്കുകയാണ്. പിറ്റേ ദിവസം അവനാണെങ്കിൽ അന്ന് ഓറിയൻറ്റേഷൻ ക്ലാസ് വെച്ച് കണ്ട കുറച്ച് പിള്ളേരില്ല, അവരെ കാണുകയാണ്. അതിലൊരു പെണ്ണ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കാല് വയ്യാതായില്ലേ, നീ ഇപ്പോൾ ഓക്കെ ആണോ എന്ന്. അപ്പം ടൈസൻ പറയുന്നു, ഞാൻ ഇപ്പോൾ ഓക്കെ ആണെന്ന്. അപ്പം അതിലൊരു പയ്യൻ പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാമെന്ന്. ഇത് കേട്ട ടൈസൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന്. ടൈസൻ കരുതുന്നത് അവൻ പറയുന്നത് ഒന്നും തന്നെ ആർക്കും മനസ്സിലാകാറില്ലെന്നാണ്. പക്ഷെ അവർ പറയുന്നുണ്ട്, അതെ നീ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്.
അതിനുശേഷം അവർ 4 പേരും കൂടെ ഒരുമിച്ച് ക്ലാസ്സിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ടൈഷിന് കുറച്ച് സമാധാനമാകുന്നത്. കാരണം അവന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ. അപ്പോൾ ഇതും അവിടെ നിന്ന് ടക്കാര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഷാൻ ചോദിക്കുന്നുണ്ട്, ടക്കാര നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ടക്കാര പറയുന്നു, ഒന്നുമില്ലെന്ന്. അപ്പോൾ ഇതിന് ശേഷമുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.